ആദ്യം റിജിൽ മാക്കൂരിലേക്ക്. റിജിൽ, അല്പം മുമ്പ് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ ഉണ്ടായ പ്രകോപന മുദ്രാവാക്യത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ഗാന്ധി സ്തൂപം തകർത്തു എന്ന ആക്ഷേപം നിങ്ങൾക്കൊണ്ട് നിങ്ങളതിൽ പ്രതിഷേധിക്കുന്നു. പക്ഷേ ആ പ്രതിഷേധ പ്രകടനത്തിൽ ഈ ധീരജ് കൊലക്കേസ് നിങ്ങൾ ഏറ്റെടുത്ത് പ്രകോപന പ്രസംഗം നടത്തിയതിൽ യഥാർത്ഥത്തിൽ ഈ സംഘർഷത്തിന് കാരണം ഗോവിന്ദൻ മാസ്റ്റർ ആരോപിക്കുന്നത് പോലെ? ശ്രീ അജിംസെ, അങ്ങനെ അല്ല. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു മുദ്രാവാക്യത്തെ ഞങ്ങളുടെ പാർട്ടി അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും അതോടെ യൂത്ത് കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അത്തരത്തിലുള്ള കൊലവിളി മുദ്രാവാക്യം നടത്തുന്ന ഒരു പ്രസ്ഥാനമല്ല ഞങ്ങളുടേതെന്ന്, അത്തരത്തിലൊരു നിലപാട് ഉള്ള പാർട്ടിയുമല്ല. പക്ഷേ എന്താണ് യഥാർത്ഥ വസ്തുത? ഈ സനീഷ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റി സെക്രട്ടറി, തളിപ്പറമ്പ് നിയോജകമണ്ഡലം സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ സ്ഥലത്ത് ഗാന്ധിജിയുടെ സ്തൂപം സ്ഥാപിച്ചു എന്നുള്ളതാണ്. ആ ഗാന്ധിജിയുടെ സ്തൂപം സ്ഥാപിച്ചത് മലപ്പട്ടത്താണ്. CPM-ൻ്റെ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ പ്രശ്നമാണിത്. മലപ്പട്ടം എന്ന് പറയുന്നത് പ്രതിപക്ഷമില്ലാത്ത ഏകാധിപത്യം നടക്കുന്ന ഒരു സ്ഥലമെന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് ഗ്രാമം എന്നുള്ള പറയുന്ന മലപ്പട്ടത്ത് ഗാന്ധിജിയുടെ സ്തൂപം അവിടെ ഉണ്ടായി. അതുണ്ടായതിനു ശേഷം ഈ ഗാന്ധിജിയുടെ സ്തൂപം തകർത്തതിന് ശേഷം ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിനകത്ത് അവർ പറയുന്നത് ഒരു CPM-ൻ്റെ പ്രവർത്തനം പറയുകയാണ്. ഇപ്പോൾ പയ്യാവൂർ ഉത്സവം നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് പ്രധാനപ്പെട്ട ഘോഷയാത്ര പോകും, ആയിരക്കണക്കിന് ആൾ പങ്കെടുക്കും. ഈ മലപ്പട്ടത്ത് ഈ സ്ഥലത്താണ്, ഈ എടവാപ്പുറം എന്ന സ്ഥലത്താണ് ആ ഘോഷയാത്ര നടക്കുന്നത്. അവിടെ നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഗാന്ധിയുടെ സ്തൂപം ഇവിടെ നിൽക്കുന്നത്? ഇത് കാണുന്നത് എങ്ങനെയാണ്? ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് ഉടുപ്പില്ലേ? നിങ്ങൾക്കത് എങ്ങനെ നിങ്ങളെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന CPM-ൻ്റെ അണികളുള്ള ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ മറ്റ് പാർട്ടികൾക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം അനുവദിക്കാത്ത സ്ഥലത്ത് ഒരു മുൻ സൈനികനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് മഹാത്മാഗാന്ധിയുടെ സ്തൂപം സ്ഥാപിച്ചത് CPM-ന് വളരെയേറെ അസഹിഷ്ണുതയുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണല്ലോ അതിൻ്റെ സംഘർഷത്തിൻ്റെ തുടക്കം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട് നേരെ കല്ലെറിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ജനാധിപത്യ നാട്ടിനകത്ത്, പ്രത്യേകിച്ച് ജനാധിപത്യ കേരളത്തിനകത്ത് സംഘടനാ പ്രവർത്തനം നടത്താൻ മഹാത്മാഗാന്ധിയുടെ സ്തൂപം പോലും സ്ഥാപിക്കാൻ ഗാന്ധി സ്തൂപമാണ്. ഒരു നിമിഷം റിജിൽ, സ്വകാര്യ സ്ഥലത്ത് നിൽക്കുന്ന ഗാന്ധി സ്തൂപമാണ്, അത് തകർത്തു. അതിനെതിരെ ഈ സനീഷ് പരാതി കൊടുത്തോ? പോലീസ് കേസെടുത്തോ? തീർച്ചയായും പരാതി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ വീട് നേരെ ആക്രമണം ഉണ്ടായി. അദ്ദേഹം പരാതി കൊടുത്തു. സ്തൂപം തകർക്കല്ല ശ്രീ അജിംസെ, അവിടെ പോയി കണ്ടാൽ മനസ്സിലായി. അത് മുഴുവൻ കിളച്ചുകോരി, ആ സാധനം മുഴുവൻ കിളച്ചുകോരി എടുത്ത് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗാന്ധിയുടെ ഫോട്ടോ അത് 4 കഷ്ണമായി കീറി എറിഞ്ഞിരിക്കുന്നു ഇവർ. എന്നിട്ട് ഇന്നലെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പറയാണ്, നിന്റെ വീട്ടിലോ നിന്റെ അടുക്കളയിലോ ഗാന്ധി സ്തൂപം മലപ്പട്ടത്തോ അടവാപ്പുറത്തോ സ്ഥാപിക്കാൻ വിടില്ല എന്ന് പറയുന്നു. ഇത് ഉത്തർപ്രദേശിലും അതോടൊപ്പം തന്നെ ഗുജറാത്തിലൊക്കെയാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമക്ക് നേരെ വെടിവെതീർത്തുകൊണ്ട് ഗാന്ധിയെ വീണ്ടും വധിക്കുന്ന RSSകാരുടെ ചിത്രങ്ങളും അതുമായി സംഘപരിവാറുകാരുടെ ആ ഭീകര കൃത്യങ്ങൾ കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പ്രസംഗിക്കുകയാണ്. ഇവർക്ക് ഗാന്ധിയോട് എക്കാലത്തും വിരോധമായിരുന്നല്ലോ. വാർദ്ധയിലെ കള്ളസന്യാസി എന്ന് വിളിച്ച CPM ആണല്ലോ ഗാന്ധിജിയെ. സാമ്രാജ്യത്വത്തിന്റെ ചെരുപ്പ് നക്കിയെന്ന് ഗാന്ധിയെ വിളിച്ചത് CPM ആണല്ലോ. ആ CPM-ന് BJP കാണിക്കുന്ന അതേ അസഹിഷ്ണുത, ഗോഡ്സെയാണ് RSSകാരനായ ഗോഡ്സെയാണ് ഗാന്ധിയെ വധിച്ചതെങ്കിൽ ആ വധിച്ച ഗോഡ്സെയുടെ അനുയായികളായി കമ്മ്യൂണിസ്റ്റുകാരും മാറിയിരിക്കുന്നു എന്നുള്ള തെളിവല്ലേ അതിൻ്റെ അർത്ഥം? ഇന്നലെ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ പ്രസംഗിക്കുന്ന പ്രസംഗം നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ ചാനലൊക്കെ വൈറലല്ലേ? അത്രയേറെ അസഹിഷ്ണുതയുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഗാന്ധിജിയോട് അസഹിഷ്ണുതയുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയത്. അതുമായി ബന്ധപ്പെട്ട് സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിച്ചപ്പോൾ, ഒരു നാട്ടിനകത്ത് ഒരു പതാകയും ഒരു ഗാന്ധിയുടെ സ്തൂപം തകർത്തപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി അത്തരത്തിലൊരു മുദ്രാവാക്യം വന്നു. ആ മുദ്രാവാക്യത്തെ ഞങ്ങൾ ആരും അംഗീകരിക്കുന്ന ആളുകളല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് എന്ത് ന്യായമാണ്? ഇവർ പറയുന്നത് പോലെ ഇവർ തെങ്ങിൻ പൂക്കുല പോലെ ചിന്നിച്ചിതറിക്കും എന്ന് ശരത്ലാലിന് കൃപേഷിനെയും പറഞ്ഞപ്പോൾ അതുപോലെ കൊന്ന അവസാനിപ്പിച്ചതല്ലേ ഇവര്. ഞങ്ങളുടെ സഹപ്രവർത്തക ഷുഹൈബിനെ 41 വെട്ടുവെട്ടിയാ കൊന്നത്. അതിന്റെ 2 ദിവസം മുമ്പ് അവിടെ പ്രകടനം ഉണ്ടായിരുന്നു. നിനക്ക് സൂര്യോദയം കാണില്ല ഷുഹൈബെ, നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് മുദ്രാവാക്യം വിളിച്ച് വീടിന്റെ മുമ്പിലൂടെ മുദ്രാവാക്യം വിളിച്ച ആളുകൾ ഷുഹൈബിനെ കൊന്നവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അക്രമത്തിന്റെയും കൊലപാതകത്തിന്റെയും അല്ല ആളുകൾ ഇവരാണ്. ഞങ്ങൾ അത്തരത്തിൽ അക്രമത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. കേസിനകത്ത് ആ വിഷ്വല് ഞാൻ കണ്ടിരുന്നു. ധീരജ് കൊലക്കേസ് ഏറ്റെടുത്തുകൊണ്ട് കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചവർക്കെതിരെ നിങ്ങൾ നടപടി സ്വീകരിച്ചോ?
യഥാർത്ഥത്തിൽ അതിനകത്തൊരു മുദ്രാവാക്യം വിളിച്ചതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് അതിന് പങ്കില്ല എന്ന് മാത്രമല്ല, ആ കത്തി ഇതുവരെ കണ്ടെത്തിയില്ല. 4 വർഷമായി ശ്രീ അജിംസെ ആ കേസ് നടക്കുന്നത്. ആ കേസ് പുനരന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 4 വർഷമായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസ് സംവിധാനം മുഴുവൻ ഇവരുടെ കയ്യിലുണ്ടായിട്ട് പോലും ഇവരുടെ സഖാവായ ഒരു ചെറുപ്പക്കാരനെ കൊന്ന കേസിനകത്തെ ആ പ്രധാനപ്പെട്ട അതിൻ്റെ അകത്ത് ആയുധം കത്തി ഇതുവരെ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. ആ കേസിനകത്ത് ദുരൂഹതയുണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. ആ കേസ് പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരിക്കലും ആ കേസിനകത്ത് പ്രതികളല്ല. ഞങ്ങൾ ഒരിക്കലും ഈ ധീരജിനെ കുത്തിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. അതിനകത്ത് എന്ത് സംഭവിച്ചു എന്ന് പോലീസ് അന്വേഷിക്കട്ടെ. അപ്പോൾ ഒരു മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ സ്വാഭാവികമായി അത്തരം മുദ്രാവാക്യത്തെ ഞങ്ങൾ അംഗീകരിക്കുകയോ അതിന് എൻഡോസ് ചെയ്യുകയോ ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ അതിനെതിരായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു മുദ്രാവാക്യമോ അത്തരം ശീലമോ ഞങ്ങൾക്കില്ല. പക്ഷേ ആ മുദ്രാവാക്യത്തിന്റെ പേരിൽ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. വ്യാപകമായി ആക്രമണം നടത്തുന്നത്. ഇന്ന് കണ്ണൂർ SFI-ക്കാർ പ്രകടനം നടത്തി. കോൺഗ്രസിന്റെ കൊടി ഏതാണ്, കോൺഗ്രസിന്റെ മറ്റ് പാർട്ടിയുടെ കൊടിമരം ഏതാണെന്ന് അറിയാതെ കൊടിമരം പിഴുതെടുക്കുകയാണ്. ഇപ്പൊ SFI ഒക്കെ 4-5-8 കൊല്ലമായി ഫ്രീസറിലാണ്. ഇവർ കാണാനില്ല. ഇവരിപ്പോ ഇവരെ കേൾക്കണമെങ്കിൽ കാണണമെങ്കിൽ നമുക്കറിയാം, കോട്ടയം മെഡിക്കൽ കോളേജിലെ ചെറുപ്പക്കാരന്റെ നെഞ്ചത്ത് കോമ്പസ് കുത്തുന്നത് SFI-കാരനാണ്. വൈറ്റ്നറി കോളേജിലെ ഒരു സിദ്ധാർത്ഥിനെ കൊന്ന കേസിനകത്ത് പ്രതിയായി SFI-കാരനെ കാണാം. SFI-കാരൻ എന്ന് പറയുന്നത് ഇപ്പൊ അക്രമത്തിന്റെ പേരിൽ മാത്രമാണ് അറിയപ്പെടുന്ന സംഘടനയാണ്. ഇപ്പോൾ ഇതിന്റെ പേരിൽ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് സംഘടനാ സ്വാതന്ത്ര്യം വേണം. ഞങ്ങൾ മഹാത്മാഗാന്ധിയുടെ സ്തൂപാണ് സ്ഥാപിച്ചത്. ഞങ്ങൾ ഗോഡ്സെയുടെ സ്തൂപമല്ല സ്ഥാപിച്ചത്. സ്ഥാപിച്ചത് ഗാന്ധിയുടെ സ്തൂപം സ്ഥാപിക്കാൻ ഈ രാജ്യത്ത് ജനാധിപത്യ കേരളത്തിനകത്ത് അവകാശമില്ലേ? ഇത് ഇതെന്താണ്? തമ്പുരാക്കന്മാരാണോ? തമ്പ്രാക്കന്മാരാണ് ഇവരാരാണ് വെല്ലുവിളിക്കാൻ? ഇവർക്ക് പതിച്ചു കൊടുത്തതാണ് ഈ നാട്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ബംഗാളിലൊക്കെ ഇവരെ കാണുന്നില്ല. എന്താ സംഭവിച്ചത്? ഇപ്പൊ പറയുന്നത് ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ